ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആണെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ക്യാരക്ടറിസ്റ്റിക് കർവ്. ദാറ്റ് മീൻസ് എഫിഷ്യൻസി റിമൈനിങ് കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ആ പേരിൽ തന്നെ എന്താണ്, എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആണ്. അപ്പം കോൺസ്റ്റന്റ് എഫിഷ്യൻസി ക്യാരക്ടറിസ്റ്റിക് കർവ് ഒബ്റ്റൈൻഡ് ബൈ ഡ്രോയിങ് കമ്പൈനിങ് എഫിഷ്യൻസി ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഡിസ്ചാർജ്. അപ്പം നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കർവിൽ എന്തിന്റെ കോമ്പിനേഷനാണ് വരുന്നത്? എഫിഷ്യൻസി ഡിസ്ചാർജിന്റെയും അതുപോലെ തന്നെ ഹെഡ് ഡിസ്ചാർജിന്റെയും ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമുക്ക് എവിടെ വരുന്നത്? കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവിൽ നമ്മൾ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. ഫോർ ഡ്രോയിങ് ദ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്, ഫസ്റ്റ് എഫിഷ്യൻസി ഡിസ്ചാർജ് ഈസ് ഡ്രോൺ ഫോർ ഡിഫറെന്റ് സ്പീഡ്. നമ്മൾ ആദ്യമേ പ്ലോട്ട് ചെയ്യുന്നത് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്താണ്, എഫിഷ്യൻസി ഡിസ്ചാർജ് കർവാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്ന കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു കോൺസ്റ്റന്റ് സ്പീഡിലെ എഫിഷ്യൻസി ഡിസ്ചാർജ് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെഡ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, then the constant efficiency curve drawn at specific speed, say 40%. The point at which the constant efficiency line cut the curve at a various speed are transferred to the corresponding HV curve. അപ്പോൾ നമുക്ക് ഓരോ പർട്ടിക്കുലർ സ്പീഡിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുവാണെങ്കിൽ N1 എന്ന് പറയുന്ന ഒരു കേസ് സ്പീഡിൽ N1 എന്ന് പറയുന്ന സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് കർവ് ഇങ്ങനെ വരുന്നു. അതായത് എഫിഷ്യൻസി ഡിസ്ചാർജ് കർവ് ഇങ്ങനെ വരുന്നു. N2 സ്പീഡിൽ ഇങ്ങനെ വരുന്നു, N3 ഇങ്ങനെ വരുന്നു, N4 ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്, അതാണ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻ. ഈ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ, നമുക്ക് ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യപ്പെടുന്നു അല്ലേ? ഓരോ ലൈനിലും നമ്മളുടെ ഓരോ കർവും ഓരോ പോയിന്റ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്റ്റ് അല്ലേ? അപ്പം 4 കർവുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, 4 സ്പീഡിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 8 പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മേളിലേക്ക് നമ്മൾ ഹെഡ് ഡിസ്ചാർജ് കർവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുകയാണ്, ഹെഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീഡ് ഹെഡിന്റെ കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് ഹെഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ്, മൂന്നാമത്തെ സ്പീഡ്, നാലാമത്തെ സ്പീഡ്. 4 സ്പീഡല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ എടുക്കുവാണ്, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. സെക്കൻഡ് പോയിന്റ് തൊട്ട് മേളത്തെ സ്പീഡിലാണ് വരുന്നത്. തേർഡ് പോയിന്റ് അതിന്റെ മേളത്തെ സ്പീഡിലാണ് വരുന്നത്. ഫോർത്ത് പോയിന്റ് അതിന്റെ മേളത്തെ സ്പീഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെയിം എ, ബി, സി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡി. അപ്പൊ നമുക്ക് നോക്കി, ഈ ലൈനുകൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ മേളിലേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ പോയിന്റ് കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ പോയിന്റ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, ഈ ഗ്രാഫാണ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ദ പോയിന്റ് ഹാവിംഗ് സെയിം എഫിഷ്യൻസി ആർ ജോയിൻഡ് ബൈ സ്മൂത്ത് കർവ് ഇൻ എച്ച് ആൻഡ് വി curve. The smooth curve represents the iso efficiency curve. ഈ കർവുകൾ, നമ്മളുടെ ഡിസ്ചാർജ് എഫിഷ്യൻസി കർവുകളെ നമ്മൾ ഐസോ എഫിഷ്യൻസി, കോൺസ്റ്റന്റ് എഫിഷ്യൻസി ലൈൻസിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹെഡ് ഡിസ്ചാർജ് കർവിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ പ്ലോട്ട് ചെയ്യപ്പെടുന്ന ലൈനിൽ നമ്മളുടെ സ്പീഡ് ബ്രേക്ക് ചെയ്യപ്പെടുന്ന പോയിന്റ് ഒരു ഇമാജിനറി ലൈൻ ഫോം ചെയ്തെടുക്കുന്നു. ഈ ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോൺസ്റ്റന്റ് എഫിഷ്യൻസി ഐസോ എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്. ഐസോ എഫിഷ്യൻസി കർവ്, ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആണ് നമ്മൾ നോർമലി നോക്കിക്കൊണ്ടിരുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആൻഡ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ 2 പ്രോബ്ലംസ് ചെയ്തതാണ്. ദെൻ പ്രോബ്ലം നമ്പർ 3, ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകണം. The impeller of a centrifugal pump has an external and internal diameter is 500 mm and 250 mm. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളുടെ യൂണിറ്റ് എപ്പോഴും എന്തിലേക്ക് മാറ്റുക, മീറ്ററിലേക്ക് മാറ്റുക. MM-ലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മീറ്ററിലേക്ക് മാറ്റുക, സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ മീറ്ററിലേക്ക് മാറ്റുക. ഡിസ്ചാർജ് അതുപോലെ തന്നെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റുക, സ്പീഡ് RPM-ലേക്ക് മാറ്റുക,
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ SI യൂണിറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇംബലർ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇംബലറിന്റെ ഇന്റേണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും 500 mm ആൻഡ് 250 mm ആണ് തന്നിരിക്കുന്നു. വിഡ്ത്ത് ഓഫ് ദ ഔട്ട്ലെറ്റ് ഈസ് 50 mm. വിഡ്ത്ത് B ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 50 mm. ആൻഡ് റണ്ണിങ് 1200 RPM. ആ ഇംബലർ റൊട്ടേറ്റ് ചെയ്യുന്നത് 1200 RPM-ലാണ്. ഇറ്റ് വർക്ക് എഗനിസ്റ്റ് എ ഹെഡ് ഓഫ് 48 മീറ്റർ. അതായത് ഒരു 48 മീറ്റർ ഹൈറ്റിന് എഗനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഹൈറ്റിനെ നമ്മൾ എന്താ പറയുന്നു? മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നു. HM തന്നിരിക്കുന്നു. The velocity of flow through the impeller is constant. Velocity of flow through the impeller is constant. Velocity flow through the impeller is constant and equal to 3 meter per second. അതായത് വെലോസിറ്റി ഫ്ലോ VF എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? 3.0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഇനിഷ്യലി കയറുന്ന VF1 വാല്യൂ അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന VF2 വാല്യൂ എന്താണ്? ഈക്വൽ ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ എഴുതാവുള്ളൂ. ഓക്കെ, ദ വെയിൻ ആർ സെറ്റ് ബാക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി അറ്റ് ഔട്ട്ലെറ്റ്. നമുക്ക് 40 ഡിഗ്രി അറ്റ് ഔട്ട്ലെറ്റ് ആണ്. വെയിൻ ആംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വെയിൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി അറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്ക് വെയിൻ ആംഗിൾ ഉണ്ട്, ഗൈഡ് ആംഗിൾ ഉണ്ട്. നമുക്കറിയാം ഗൈഡ് ആംഗിളിന് നമുക്ക് എന്തൊക്കെയാണ്? ഗൈഡ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയും ആണ്. വെയിൻ ആംഗിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? തീറ്റയും ഫൈയും ആണ്. ഓക്കെ, മറന്നുപോലെ ഇൻലെറ്റിലെ ഗൈഡ് ആംഗിൾ ആൽഫ, ഇൻലെറ്റിലെ വെയിൻ ആംഗിൾ തീറ്റ, അതുപോലെ തന്നെ ഔട്ട്ലെറ്റിലെ ഗൈഡ് ആംഗിൾ ബീറ്റ, ഔട്ട്ലെറ്റിലെ വെയിൻ ആംഗിൾ എന്താണ്? ഫൈ. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി എടുത്ത് എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇൻലെറ്റ് വെയിൻ ആംഗിൾ. ഇൻലെറ്റ് വെയിൻ ആംഗിൾ എന്താണ്? തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ പെർ സെക്കൻഡ്. വർക്ക് ഡൺ WD കണ്ടുപിടിക്കണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ മാനോമെട്രിക് എഫിഷ്യൻസി, എഫിഷ്യൻസി ഓഫ് മാനോമീറ്റർ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ എന്ത് വേണം? വെയിൻ ആംഗിൾ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു ആംഗിൾ നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മളുടെ വെലോസിറ്റി ട്രയാംഗിൾ വരച്ചും പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് ഉപയോഗിച്ചും പ്രോബ്ലം ചെയ്യാം. ഇവിടുത്തെ കേസുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യുന്നു? വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു ആംഗിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ തന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ഉപയോഗിച്ച് നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഡേറ്റാസ് എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ? നമ്മളുടെ വെലോസിറ്റി ട്രയാംഗിൾ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കി ഡേറ്റാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പരീക്ഷയ്ക്ക് വെലോസിറ്റി ട്രയാംഗിൾ എടുത്തിട്ടാണോ വെലോസിറ്റി ട്രയാംഗിൾ എടുക്കാനാണോ പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എടുത്ത് എഴുതുക. എക്സ്റ്റേണൽ ഡയമീറ്റർ D2 = 500 mm. അതിനെ മീറ്ററിലോട്ട് മാറ്റി 0.5 മീറ്റർ. Internal diameter D1 = 250 mm, then 0.25 meter. Then width of the blade at outlet. Width of the blade at outlet എന്നാണ് നടക്കുന്നത്. B2 ആണ് width 50 mm, that means 0.05 meter ആണ്. Then speed 1200 RPM ആണ്. Then manometric head HM എന്താണ്? 48 meter ആണ്. Velocity of flow at inlet. Velocity of flow is constant and equal to 3 meter per second. Velocity of ഫ്ലോ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലെറ്റ് വെലോസിറ്റി ഫ്ലോയും ഔട്ട്ലെറ്റ് വെലോസിറ്റി ഫ്ലോ എന്താണെന്ന് പറയുന്നു? ഈക്വൽ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ഫ്ലോ കോൺസ്റ്റന്റ് മീൻസ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആർ സെയിം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 meter per second. ദ വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഗിവൺ ഡേറ്റാസ്. ഇനി ഈ ഗിവൺ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ തീറ്റ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബേസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്? വെലോസിറ്റി ട്രയാംഗിളിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം വെലോസിറ്റി ട്രയാംഗിൾ എഴുതുന്നതിന് നിങ്ങൾക്ക് 2 മാർക്കാണ്. വെലോസിറ്റി ട്രയാംഗിൾ വരച്ച് പ്ലോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 2 മാർക്കാണ്. അപ്പോൾ വെലോസിറ്റി ട്രയാംഗിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റേഡിയലി ഇൻവേർഡ് ആയിട്ട് കയറുന്നത് കൊണ്ട് തന്നെ ആൽഫ എന്താണ്? 90 ഡിഗ്രി ആണ്. ആൽഫ 90 ഡിഗ്രി ആകുമ്പോൾ VW1 എന്ന് പറഞ്ഞാൽ എന്തായി പോവും? 0 ആയി പോവും. V1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? VF1 തുല്യമായിരിക്കും എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്ലേഡ് ഇതാണ്. ഈ ബ്ലേഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കടത്തിവിടാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ റേഡിയലി അകത്തേക്ക് കയറുന്നതിന്റെ ഫലമായിട്ട് ആൽഫ 90 ഡിഗ്രി ആണ്. അപ്പൊ ബ്ലേഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലേഡ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് റിസൾട്ടന്റ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കയറുന്നത്. അപ്പൊ V1 റിസൾട്ടന്റ് വെലോസിറ്റി VR1 ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം V1 ൽ നിന്നുള്ള റിസൾട്ടന്റ് വെലോസിറ്റി ആണ് എന്ന് പറയുന്നത് VR1. അതായത് V1 എന്ന് പറയുന്ന നമ്മുടെ വെലോസിറ്റി, അതുപോലെ തന്നെ ബ്ലേഡ് വെലോസിറ്റി എന്താണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ് എന്ത്, U1 എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലേഡ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ബ്ലേഡ് U എന്ന് പറയുന്ന സ്പീഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ പെരിഫറൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, V1 ആണ്. അപ്പൊ ഈ V1 ഉം U1 കൂടെ മേക്ക് ചെയ്യുന്ന റിസൾട്ടന്റ് വെലോസിറ്റി ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വെയിൻ അകത്തേക്ക് കയറുന്നത്. ആ വെലോസിറ്റി നമ്മൾ എന്ത് കൊടുത്തു, VR1 എന്ന് കൊടുത്തു, റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. അപ്പൊ നമ്മളുടെ വെലോസിറ്റി അനുസരിച്ച് ഫ്ലൂയിഡ് അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്താണ്, VR2 വെലോസിറ്റിയിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം U1 ഉം നമ്മളുടെ ബ്ലേഡ് വെലോസിറ്റിയും റിസൾട്ടന്റ് വെലോസിറ്റിയുടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ന് വെയിൻ ആംഗിൾ തീറ്റ അറ്റ് ഇൻലെറ്റ്. അപ്പം നമ്മളുടെ വെലോസിറ്റി പുറത്തേക്ക് ഇറങ്ങി, VR2 പുറത്തേക്ക് ഇറങ്ങി അല്ലേ. V1 അതേ ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, V2 പോകുന്നത്. V1 ഡയറക്ഷൻ അതേ ഡയറക്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, V2 പുറത്തേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ നോക്കി, V1 ഉം U1 ഉണ്ടാകുന്ന റിസൾട്ടന്റ് വെലോസിറ്റി ആണെന്ന് പറയുന്നത് VR1. അതുപോലെ തന്നെ VR2 ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, V2 U2 ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന വെലോസിറ്റി ആണെന്ന് പറയുന്നത് VR2. ഓക്കെ, അപ്പൊ നമ്മൾ VR2 പ്ലോട്ട് ചെയ്തു. ഇനി നമുക്കറിയാം V2 രണ്ട് കമ്പൗണ്ട് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പൗണ്ടിനെ VW2 എന്നും വെർട്ടിക്കൽ കമ്പൗണ്ടിനെ നമ്മൾ എന്ത് കൊടുത്തു, VF2 എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു VF1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, VW1 ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി, VW1 അതുപോലെ തന്നെ VF1. അപ്പൊ നോക്കി, ഇവിടെ V1 രണ്ട് കമ്പോണന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. V1 രണ്ട് കമ്പോണന്റ് ആണ് നോർമലി ഉണ്ടായിരിക്കേണ്ടത്. V1 രണ്ട് കമ്പോണന്റ് ആണ് നോർമലി ഉണ്ടായിരിക്കേണ്ടത്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും. അപ്പൊ ഈ ആംഗിള് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു, മൊത്തത്തില് ഇതിനോട് വന്നങ്ങ് ചേരുകയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, V1 എന്ന് പറഞ്ഞ എന്തിനു തുല്യമായി, VF1 തുല്യമായി. VW1 എന്ന് പറഞ്ഞ ടൈം എന്തായി പോയി, 0 ആയി പോയി. ഇതെന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നങ്ങ് ജോയിൻ ചെയ്തു. അതായത് ഇതിലേക്ക് വന്ന് നമ്മളെ വർക്കിംഗ് ഫ്ലൂയിഡ് വന്ന് ജോയിൻ ആയി. ഓക്കെ, അങ്ങനെ ജോയിൻ ആയതിന്റെ ഫലമായിട്ട് VW1 അത് 0 ആയി പോയി. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായി, VF1 തുല്യമായി. V1 എന്ന് പറയുന്നത് VF1 തുല്യമായി. അപ്പൊ നോക്കി, ഇവിടെ നമ്മളുടെ V1 ഉം VF1 എന്തുകൊണ്ടാണ് തുല്യമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ വെലോസിറ്റി അറ്റ് എന്താണ്, റേഡിയലി അകത്തേക്കാണ് കയറുന്നത്. അതുകൊണ്ട് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ VW1 അതായത് വെലോസിറ്റി, നമ്മളുടെ വെലോസിറ്റി V1 രണ്ട് കമ്പൗണ്ട് ഉണ്ടാകുന്ന VW1 എന്ന് പറഞ്ഞാൽ 0 ആയി പോവും. VW1 0 ആയി പോകുമ്പോൾ V1 ചേർന്നായി പോകും എന്ത്, VF1. ഓക്കെ, അപ്പം VR1 അകത്തേക്ക് കയറി. അതുപോലെ തന്നെ V1 അതേ ഡയറക്ഷനിൽ V2 പുറത്തേക്ക് പോയി. V2 U2 മേക്ക് ചെയ്യുന്നതാണ് എന്താ പറയുക, VR2 എന്ന് പറയുന്നത്. ഇവിടെ V1 U1 റിസൾട്ടന്റ് വെലോസിറ്റിയാണ് അകത്തേക്ക് കയറുന്നത്. റിസൾട്ടന്റ് വെലോസിറ്റി വെയിനിൽ അകത്തേക്ക് കയറുന്നത്. അപ്പൊ റിസൾട്ടന്റ് വെലോസിറ്റിയും നമ്മുടെ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് വെയിൻ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസൾട്ടന്റ് വെലോസിറ്റിയും നമ്മളുടെ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ന് പറയുന്നത് വെയിൻ ആംഗിൾ ആണ്. ഫൈ എന്ന് പറയുന്നത് വെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിൾ. റിസൾട്ടന്റ് വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് നമ്മുടെ എന്തെന്ന് പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ഗൈഡ് ആംഗിൾ ബീറ്റ. ഇവിടെ ഗൈഡ് ആംഗിൾ ആൽഫ എത്ര ആയി പോയി, 90 ഡിഗ്രി ആയി പോയി. ഓക്കെ, അപ്പൊ ഇത്രയും ഡേറ്റാസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ് തന്നേക്കുന്നത്, ആൽഫ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ് അല്ലേ. 40 ഡിഗ്രിയാണ്. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞത് എന്താണ്, VF1 ഈസ് ഈക്വൽ ടു VF2 ഈസ് ഈക്വൽ ടു എത്രയാണ്, 3 ആണ്. അത് ഈക്വൽ ടു എന്തിനു തുല്യമാണ്, V1 തുല്യമാണ് അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ തീറ്റ കണ്ടുപിടിക്കണം.
അതുപോലെ തന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം, മാനോമെട്രിക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം ഇല്ലേ. അപ്പൊ നമുക്കറിയാം ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് u1 is equal to pi dn by 60 ആണ്, pi d1 n by 60 ആണ്. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി, u1 കിട്ടി. Then tan theta is equal to എന്താണ്, tan theta is equal to opposite side by adjacent side. Opposite side എന്താണ്, vf1 divided by u1 ആണ്. vf1 divided by u1. vf1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, v1 തുല്യമാണ്. vf1 is equal to vf2 തുല്യമാണ്. റേഡിയലി നമുക്ക് അകത്തേക്ക് കയറുന്നത് കൊണ്ട് ആൽഫ 90 ആയതുകൊണ്ട് vf1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാവും, v1 തുല്യമാണ് അല്ലേ. അപ്പൊ vf1 divided by u1 is equal to എന്തെന്ന് എഴുതി, tan theta എന്ന ഇക്വേഷനിലേക്ക് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. മെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് തീറ്റ is equal to tan ഇൻവേഴ്സ് ഓഫ് നമുക്ക് കിട്ടിയ ഡേറ്റാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എത്ര കിട്ടി, 10 ഡിഗ്രി 48 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് നമ്മുടെ വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് എത്രയാണെന്ന്, വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ. ടാൻ തീറ്റയിൽ നിന്ന് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആൻസർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഡേറ്റാസ് എല്ലാം വേണം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, WQ ഡിവൈഡ് ബൈ G ഇൻറ്റു VW2U2 ആണ് അല്ലേ. WQ ഇൻറ്റു G ഇൻറ്റു VW2U2 ആണ്. ഇതിനകത്ത് VW2 ടൈം അറിയത്തില്ല, U2 ടൈം അറിയത്തില്ല, ഡിസ്ചാർജ് അറിയത്തില്ല, ജിയും ക്യൂവും നമുക്ക് അറിയാം. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം U2 ഇസിക്കൽ എന്താണ്, pi d2n by 60. pi d2n by 60 നിന്ന് നമുക്ക് എന്ത് കിട്ടും, U2 വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഡിസ്ചാർജ് Q ഇസിക്കൽ എന്താണ്, Q ഇസിക്കൽ ടു pi ഇൻറ്റു V1 D1 ഇൻറ്റു VF1. അറ്റ് ഇൻലെറ്റ് ആണെങ്കിൽ, ഔട്ട്ലെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, pi ഇൻറ്റു V2 D2 ഇൻറ്റു VF2. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്, ഇത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നമുക്ക് എന്തിട്ട് ഡിസ്ചാർജ് കിട്ടി. അപ്പൊ ഡിസ്ചാർജ് Q കിട്ടി, U2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് VW2 ടൈം കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈം ആണെന്ന് പറയുന്നത് VW2. അപ്പൊ U2 കിട്ടി, Q കിട്ടി, W നമുക്കറിയാം, G അറിയാം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, VW2 ആണ് കണ്ടുപിടിക്കേണ്ടത്. VW2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിൾ എന്ത്, ഇതിനകത്തുനിന്ന് VW2 ആണ് കണ്ടുപിടിക്കേണ്ടത്. VW2 എന്ന് പറഞ്ഞാൽ ഈ ടൈം ആണ് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, VW2 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, VR2 നമുക്കറിയത്തില്ല, VF2 നമുക്കറിയാം ഇല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് tan phi is equal to VF2 divided by U2 minus VW2. tan phi നമുക്കറിയാം, VF2 അറിയാം, U2 അറിയാം. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, VW2 കണ്ടുപിടിക്കാം. tan phi is equal to VF2 divided by U2 minus VW2. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, VW2 അതായത് നമ്മളുടെ വെലോസിറ്റിയുടെ റിയൽ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റിന്റെ കണ്ടെത്തി. അതായത് വെലോസിറ്റി അറ്റ് എക്സിറ്റിന്റെ നമ്മളുടെ വെലോസിറ്റി കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് VW2 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു എന്താണ്, വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു WQ ഡിവൈഡ് ബൈ G ഇൻറ്റു VW2U2. അതായത് W എന്താണ് 9.81 ഇൻറ്റു 0.24 ആണ് നമ്മുടെ ഡിസ്ചാർജ്. Q ഇസിക്കൽ 9.81 ആണ്, G ഇസിക്കൽ 9.81 ആണ്. VW1 നമുക്കറിയാം എത്രയാണ്, 27.84 ആണ്. ദെൻ U1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടി. വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എന്താണ് മാനോമെട്രിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു GHM ഡിവൈഡ് ബൈ VW2U2. ഇതിന്റെ എല്ലാം ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ജിയുടെ വാല്യൂ അറിയാം, HM നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, VW2 അറിയാം, U2 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എഫിഷ്യൻസി കിട്ടി. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡെറിവേഷൻ മുഖേന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ ഡെഫിഷ്യൻസി നോക്കുക, അതുപോലെ തന്നെ വെലോസിറ്റി ട്രയാങ്കിളും നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് 2 മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തേർഡ് മോഡ്യൂൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞാൽ കോ റിലേറ്റഡ് ആണ്, വെലോസിറ്റി ട്രയാങ്കിളിനെ ബേസ് ചെയ്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫോർത്ത് മോഡ്യൂൾ മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന അടുത്ത പ്രോബ്ലം ആണെന്ത്, എ സെൻട്രിഫ്യൂഗൽ പമ്പ് വിത്ത് 1.2 മീറ്റർ ഔട്ട്ലെറ്റ് ഡയമീറ്റർ. D2 എന്ന് പറയുന്നത് 1.2 ആണ്, ആൻഡ് D1 എന്ന് പറയുന്നത് എന്താണ്, 0.6 മീറ്റർ ആണ്. റണ്ണിങ് അറ്റ് 200 RPM എന്ന് തന്നിട്ടുണ്ട്. ദ പമ്പ് 1800
0.80 liters per second. അതായത് ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് എന്തിലാണ്? ലിറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് മാറ്റണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ. ദ ആവറേജ് ലിഫ്റ്റ് ബീയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6 meter ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദ ആംഗിൾ വിച്ച് ദ വെയിൻ മേക്ക് ആൻ എക്സിറ്റ് വിത്ത് ആൻ ടാൻജൻഷ്യൽ ഇംപലർ ഈസ് 26 degrees Celsius. അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ഇംപലർ ആംഗിൾ, അതായത് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 26 degrees Celsius എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ റേഡിയൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് 2.5 meter. റേഡിയൽ വെലോസിറ്റി എത്രയാണ്? 2.5 meter per second ആണ് തന്നിരിക്കുന്നത്. ഡിറ്റർമൈൻ ദ മാനോമെട്രിക് എഫിഷ്യൻസി. ലീസ്റ്റ് സ്പീഡ് ടു സ്റ്റാർട്ട് ദ പമ്പ് അഗൈൻസ്റ്റ് ഹെഡ് ഓഫ് 6 meter. ലീസ്റ്റ് സ്പീഡ് നമ്മൾ മിനിമം സ്പീഡ് ടു സ്റ്റാർട്ട് ദ പമ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചതിനകത്ത് അതിനകത്തുനിന്ന് ലീസ്റ്റ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ തന്നിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഇതെല്ലാം എന്ത് ചെയ്യണം? ഗിവൺ ഡേറ്റാസ് പ്ലോട്ട് ചെയ്യുക. ഗിവൺ ഡേറ്റാസ് എഴുതുക. D2 = നമുക്കറിയാം, D1 നമുക്കറിയാം, എന്ന് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് 1880 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കിട്ടുന്നു. ദെൻ HM മാനോമെട്രിക് ഹെഡ് നമുക്ക് 0.6 meter എന്നാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 6 meter ആണ്. സോറി. ഓക്കെ. ദെൻ φ = 26 degrees Celsius ആണ്. ദെൻ നമ്മളുടെ VF2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് 2.5 meter per second ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്, അതായത് എക്സിറ്റിന്റെ ഇംപലർ ആംഗിളും അതുപോലെ തന്നെ വെലോസിറ്റി ഫ്ലോ എന്നാണ് എക്സിറ്റ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് VF2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ലീസ്റ്റ് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമ്മൾ മാനോമെട്രിക് എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്? GHM / VW2U2 ആണ്. ഇതിനകത്ത് നമുക്ക് VW2 ടൈം ഇല്ല, G ഉണ്ട്, HM ഉണ്ട്, U2 ഇല്ല. U2 നമുക്കറിയാം, U2 = എന്താണ്? D2 തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? π d2n/60 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? U2 കണ്ടുപിടിക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിളിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, വെലോസിറ്റി ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി ട്രയാങ്കിളിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി VR1 VF1 = V1 തീറ്റ U1, പുറത്തേക്ക് പോകുന്നത് VR1 VR2, അതേ ഡയറക്ഷനിൽ V2 U2. V2 രണ്ട് കമ്പൗണ്ട്, ഹൊറിസോണ്ടൽ കമ്പൗണ്ട്, വെർട്ടിക്കൽ കമ്പൗണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിള് φ ബീറ്റ VF2 അല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? VW2 ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. VW2 ടൈം, അതായത് ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ. VW2 ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. VW2 ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ആംഗിൾ തന്നിട്ടുണ്ട്. tan α = VF2 / VW2 U2 - VW2. ഇതിനകത്തും നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് കിട്ടി? VW2 ടൈമിലേക്ക് ഡേറ്റാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. GHM / U2 VW2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മാനോമെട്രിക് എഫിഷ്യൻസി കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലീസ്റ്റ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ലീസ്റ്റ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? നമ്മളുടെ സ്പീഡിനേക്കാൾ, അതായത് മാനോമെട്രിക് ഹെഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? സക്ക് ചെയ്യത്തില്ല അല്ലേ. അത് വെച്ചുകൊണ്ട് നമ്മൾ ഡെറിവേഷൻ ചെയ്തായിരുന്നു മിനിമം സ്പീഡിന്റെ. അപ്പൊ U2² / 2g - U1² / 2g = എന്തെന്ന് എഴുതി? HM എന്ന് എഴുതി. U2 നെ നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലർ വെലോസിറ്റി ടൈമിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? U2 = ωr2 U1 = ωr1. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? U2 ടൈമിനെയും അതുപോലെ തന്നെ U1 ടൈമിനെ ഒമേഗയുടെ ടൈമിലേക്ക് മാറ്റി. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാം? ആ ഡേറ്റാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിലേക്ക് എത്തുന്നു. ωr2² / 2g - ωr1² / 2g. ω × 0.62 / ω × 0.3² / 2g = 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ω = എത്ര കിട്ടി? 0.02 20.88 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഒമേഗയിൽ നിന്ന് നമുക്ക് എന്ത് പിടിക്കാം? ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? 2πn/60 ആണ്. 2πn/60 നമ്മൾ എന്ത് ചെയ്തു? ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗ = എത്ര കിട്ടി? 20.88 = 2πn/60. അപ്പൊ 20.88 × 60 / 2π = n.
ഈ എന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് മിനിമം സ്പീഡ്. നമ്മുടെ പമ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം സ്പീഡ് എത്രയാണ്? 200 RPM ആണ്. നമുക്ക് നോർമലി ആദ്യം തന്നത് എത്രയാണ്? 200 RPM തന്നെയാണ്. ഈ സ്പീഡിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പമ്പ് എന്ത് ചെയ്യും? ഏറ്റവും മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ആ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടി? ആ സ്പീഡ് തന്നെ കിട്ടി. ഓക്കെ, ഇപ്പൊ രണ്ട് സ്പീഡും വേരിയേഷൻസ് വരും. നോക്കുക, ഏറ്റവും മിനിമം സ്പീഡിൽ നമുക്ക് ഇപ്പൊ 250 നമുക്ക് ഇനിഷ്യലി തന്നിരുന്നതെങ്കിൽ 250 ആണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയ 200 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആ പമ്പ് 200 സ്റ്റാർട്ട് ചെയ്യുക. 200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനിലാണ് ഇതിലെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിലും കുറഞ്ഞു വന്ന് വരാം. എന്താണ് ആ കണ്ടീഷനെ ബേസ് ചെയ്ത് എത്രത്തോളം താഴ്ന്ന രീതിയിൽ നമുക്ക് പമ്പിനെ വർക്ക് ചെയ്യാം എന്നുള്ളതിന്റെ മിനിമം സ്റ്റാറ്റിക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ ഇതിനെ ഇക്വേഷന് ബേസ് ചെയ്തൊരു പ്രോബ്ലവും അതുപോലെ ഡെറിവേഷനും യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.